ഇത് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലൊരു വോളിയം കൺട്രോളും അതുപോലൊരു പ്രൊട്ടക്ഷൻ മീറ്ററും ആവശ്യമാണ്. ഈ പ്രൊട്ടക്ഷൻ മീറ്റർ നമുക്ക് നമ്മൾ കമ്പ്യൂട്ടറിലാണ് ഇത് ഉപയോഗിക്കണമെന്ന് വെച്ചാൽ അതിൽ നിന്ന് റീസോൾഡറിങ് ചെയ്തെടുത്താൽ മതി. കേട് വരാതെടുക്കാൻ ശ്രമിക്കണം. അതിൻ്റെ പ്രിൻ്റൊന്നും നാസാതെ റീസോൾഡർ ചെയ്യണം. എന്നിട്ട് ഇതിങ്ങനെ ഈ വോളിയം കൺട്രോളിൻ്റെ ഈ ക്ലിപ്പ് ഇങ്ങനെ അയച്ചാൽ അതിൻ്റെ മേലത്തെ ടോപ്പ് മാത്രം റിമൂവ് ചെയ്താൽ മതി. അതെടുത്തതിൻ്റെ ശേഷം ഇനി ഇതിൻ്റെ അടിയിലൊരു സ്റ്റോപ്പർ ഉണ്ടാവും. അത് നമ്മൾ മേപ്പോട്ട് വെൻ്റാക്കി കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഇതൊന്നായിട്ട് കറങ്ങില്ല. അതുകൊണ്ട് അവിടെ നിന്ന് സ്റ്റോപ്പാണ്. ആ സ്റ്റോപ്പർ നമ്മൾ സ്ക്രൂ ഡ്രൈവർ അല്ലെങ്കിൽ കട്ടിംഗ് പ്ലെയറൊക്കെ ഉപയോഗിച്ച് നല്ലപോലെ മേപ്പോട്ട് വെൻ്റാക്കി കൊടുക്കുക. സ്റ്റീരിയോ വോളിയം കൺട്രോളാണ് ഏറ്റവും ബെസ്റ്റ്. കാരണം വെച്ചാൽ അതിൻ്റെ മേലെ ഒരു ഹോൾസ് ഉണ്ട്. ആ ഹോൾസ് കൂടെ നമുക്ക് പ്രൊട്ടക്ഷൻ മീറ്ററിൻ്റെ ഷാഫ്റ്റ് കയറ്റി കൊടുക്കാൻ കഴിയും. മറ്റേ സിംഗിൾ വോളിയം കൺട്രോൾ ആണെങ്കിൽ അത് നമുക്ക് അതിൻ്റെ ആ ഗെയ്സൊക്കെ ഒഴിവാക്കിയിട്ട് വേറെ കുറേ പണിയെടുക്കാണ്ട്. ഇതാണ് പെട്ടെന്ന് പരിപാടി തീരും. നമുക്ക് ഇഷ്ടം പോലെ കിട്ടും. ഈ പഴയ റേഡിയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വോളിയം കൺട്രോളുള്ള സംഭവത്തിന് അയച്ചെടുത്താൽ നമുക്കതിൻ്റെ ഗെയ്സും സാധനം മാത്രം മതിയല്ലോ. വോളിയം കൺട്രോളിൻ്റെ ആവശ്യമില്ലല്ലോ. ഇത് എടുക്കുമ്പോൾ സൂക്ഷിക്കണം. എങ്ങനെ എടുത്ത് വെച്ചാൽ അതേപോലെ തന്നെ അതിൽ തിരിച്ചു വെക്കണം. അതിൻ്റെ മുകളിലുള്ള സ്റ്റീലിൻ്റെ ഒരു പട്ട ഉണ്ടാവും. അത് നമ്മളെടുത്ത് ഒഴിവാക്കണം. അല്ലെങ്കിൽ ആ വോളിയം കൺട്രോളും വർക്ക് ചെയ്യുമ്പോൾ ഇതുപോലൊരു വാഷർ ആവശ്യമാണ്. ഇത് വോളിയം കൺട്രോളിനകത്ത് വരുന്നതിനാണ്, അതിൻ്റെ കൂടെ വരുന്നതാണ്. ഇതാകുമ്പോൾ കട്ട് ചെയ്യാൻ എളുപ്പമുണ്ട്. ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഒരു പീസ് എടുക്കണം. വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ചെയ്യുക. അതേമാതിരി ചെറിയ പീസ് കട്ട് ചെയ്തെടുക്കുക. അത് തെറിച്ച് പോയി വേറെ എടുക്കാം. എന്നിട്ട് നമ്മൾ ഈ വോളിയം കൺട്രോളിൻ്റെ ആ പ്ലാസ്റ്റിക്കിൻ്റെ സാധനത്തിൽ സെൻറ്ററിൽ കോർണർ ടു കോർണറിൽ ചെറിയ ആക്സോ ബ്ലേഡോ കത്തി എന്തെങ്കിലും വെച്ച് ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ഇത് ഇറക്കി വെക്കുക. ഇതേപോലെ ചെയ്യുക. ആ വാഷറിൻ്റെ പീസ് ഇതുപോലെ ഇതിനകത്ത് വെച്ചിട്ട് കുറച്ച് സൂപ്പർ കൂൾ അതിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ശേഷം ഇതുപോലെ തെർമോക്കോൾ എടുത്തിട്ട് അതിനകത്ത് നല്ലോണം ആദ്യം തെർമോക്കോൾ ടൈറ്റാക്കി നല്ലോണം വെച്ച് കൊടുത്ത് രണ്ട് സൈഡിലും വെച്ച് കൊടുത്തിട്ട് അതിൽ കുറച്ച് സൂപ്പർ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നല്ല ടൈറ്റായി നിൽക്കും. പിന്നെ അത് പോരൂല. നല്ല ടൈറ്റായി നമുക്കൊന്ന് കറക്കി വെക്കാം. മറ്റെവിടെയെങ്കിലും സൂപ്പർ ഗ്ലൂ ആയാൽ ഇത് കറങ്ങില്ല കേട്ടോ. സൂപ്പർ ഗ്ലൂ ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ നേരത്തെ നമ്മളതിന് അയച്ച പോലെ എടുത്ത് ടൈറ്റാക്കി വെച്ചതിൻ്റെ ശേഷം ഒന്ന് കറക്കി നോക്കുക കറങ്ങുന്നുണ്ടോ. കറങ്ങുന്നുണ്ട്. ഇനി നമ്മൾ പ്രൊട്ടക്ഷൻ മീറ്റർ ഇതുപോലെ അതിൻ്റെ ഉള്ളിൽ സെൻറ്ററാക്കിയിട്ട് ആ വാഷറിൻ്റെ സെൻറ്ററാക്കിയിട്ട് അതിൻ്റെ സാഫ്റ്റ് കയറ്റി കൊടുക്കുക. എന്നിട്ട് കുറച്ച് സൂപ്പർ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ട്. അതിൻ്റെ അകത്തോട്ട് ഇറങ്ങരുത്. അകത്തോട്ട് ഇറങ്ങിയാൽ പിന്നെ അത് കറങ്ങില്ല. ഈ മേലെ ഭാഗങ്ങളിൽ മാത്രം കുറച്ച് ഈ സൈഡിലേക്ക് ചെരിച്ച് പിടിച്ചാൽ അതിൻ്റെ അകത്തേക്ക് പോകാതെ കിട്ടും. ഇതുപോലെ ചെയ്ത് ഇങ്ങനെ ചെരിച്ച് പിടിച്ചാൽ മതി. എന്നാൽ അതിൻ്റെ അകത്തേക്ക് പോകില്ല. അതിൻ്റെ അകത്ത് കുറച്ചായാൽ പോലും പിന്നെ അത് വർക്ക് ചെയ്യില്ല കേട്ടോ. ശ്രദ്ധിക്കണം. എന്നിട്ട് അവിടെ ഇതുപോലെ തെർമോക്കോൾ എടുത്തിട്ട് അതിൻ്റെ ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് അതിൻ്റെ സൈഡിൽ വെച്ച് കൊടുക്കുക അകത്തോട്ടാകാതെ. ഇനി അതിൽ കുറച്ച് അത് വെച്ചതിൻ്റെ ശേഷം വേണം അതിൽ സൂപ്പർ ഗ്ലൂ ഇട്ടിക്കാൻ. അല്ലെങ്കിൽ അതായത് ഒട്ടി പിടിക്കും. അപ്പോൾ നമുക്കത് വെക്കാൻ കഴിയില്ല. എന്നിട്ട് മെല്ലെ എന്തെങ്കിലും സ്ക്രൂ ഡ്രൈവർ എന്താ വെച്ചിട്ട് അതിൻ്റെ അകത്തോട്ട് തള്ളി കയറ്റി കൊടുക്കുക. ഇങ്ങനെ പല പ്രാവശ്യം ചെയ്യണം. ഒരു 3-4 പ്രാവശ്യം ചെയ്താലേ അത് ഫില്ലാവുള്ളൂ. ഇത് പെട്ടെന്ന് ഉരുക്കി പോകുന്ന പിന്നെ തീരെ കാണുന്നില്ലല്ലോ. അപ്പോൾ തീരെ കട്ടി ഉണ്ടാവില്ല. അതിനെക്കൊണ്ട് 2-3 പ്രാവശ്യം ഇതുപോലെ ചെയ്ത് കൊടുത്താൽ പിന്നെ അത് ഒരിക്കലും കൈമന്ന് പോരില്ല. നല്ല ടൈറ്റായിരിക്കും. എല്ലാം
നല്ല ഗമ്മിലെല്ലാം ഉറച്ച് നിന്നിട്ടുണ്ടാവും. ഇതെല്ലാവരും ചെയ്ത് നോക്കുക.